ഹലോ നമസ്കാരം കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ സിലബസ് വൈസുള്ള ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ സെക്കൻഡ് മൊഡ്യൂള് ഈ ചാപ്റ്ററോട് കൂടി കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ SCERTയുടെ ചാപ്റ്റേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററോട് കൂടി സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതാണ്. അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കുന്നതാണ്. അതിനോടനുബന്ധിച്ച് അതിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഗുണകരമാവും, തീർച്ചയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. നോക്കാം. ഇന്ത്യയിൽ ₹1 ഒഴിച്ചുള്ള കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക്. ഇന്ത്യയിൽ ₹1 ഒഴിച്ചുള്ള കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക് എന്നറിയപ്പെടുന്ന RBI. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്, അതായത് RBI. RBI സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. RBI സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. RBIയുടെ ആസ്ഥാനമാണ് മുംബൈ. RBIയുടെ ആസ്ഥാനം മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്കായും ബാങ്കുകളുടെ ബാങ്കായും വർത്തിക്കുന്നു. എന്തെല്ലാമാണ്? നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്കായും ബാങ്കുകളുടെ ബാങ്കായും വർത്തിക്കുന്നു. അടുത്തത്, ₹1 നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ്. ₹1 നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പ്. റിസർവ് ബാങ്ക് വായ്പയുടെ നിയന്ത്രണം നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? റിസർവ് ബാങ്ക് വായ്പയുടെ നിയന്ത്രണം നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് റിസർവ് ബാങ്ക് വായ്പയുടെ നിയന്ത്രണം നടപ്പിലാക്കുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. ധനകാര്യ സ്ഥാപനങ്ങൾ 2 തരത്തിലാണുള്ളത്. ഒന്ന് ബാങ്കുകൾ, 2 ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. ഒന്ന് ബാങ്കുകൾ. ബാങ്കിതര എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും അല്ല. ഓക്കെ, ബാങ്ക് അല്ലാതെ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ. അങ്ങനെ ധനകാര്യ സ്ഥാപനങ്ങൾ 2 തരമാണ്: ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. ഇന്ത്യയിലെ പ്രധാന ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. ഇന്ത്യയിലെ പ്രധാന ബാങ്കുകൾ ഏതെല്ലാമാണ്? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. ഇന്ത്യയിലെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. എന്നാൽ ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്ക് ഏത്? ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1770 ആരംഭിച്ചു. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആരംഭിച്ചത് ഏത് വർഷം? 1770. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1770 ആരംഭിച്ചു. അടുത്ത, ബാങ്കിങ് മേഖലയുടെ വളർച്ചയുടെ 3 ഘട്ടങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ബാങ്കിങ് മേഖല എങ്ങനെയാണ് വികസിച്ചത് എന്ന് നോക്കാം. ആദ്യഘട്ടം 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള ഘട്ടമാണ് ആദ്യഘട്ടം. 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള ഘട്ടമാണ് ഒന്നാം ഘട്ടം. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി സ്ഥാപിച്ചു. അടുത്ത രണ്ടാം ഘട്ടമാണ് 1969 മുതൽ 1990 വരെ. 1969 മുതൽ 1990 വരെ 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അടുത്ത മൂന്നാം ഘട്ടമാണ് 1991 മുതലുള്ള
കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് 1991 മുതൽ. ഒന്ന്, ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് തുടങ്ങിയവ ആരംഭിച്ചു. അപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിലാണ്, ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഏത്, ഈ മൂന്നാം ഘട്ടം അല്ലെ. 1991 മുതൽ ഏതെല്ലാം മേഖലകളാണ് അതിൽ കടന്നു വന്നത്? ഒന്ന് ATM, പിന്നെ ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് തുടങ്ങിയവ ആരംഭിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്താലോ? നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയിൽ 1 രൂപ ഒഴിച്ചുള്ള കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഭാരതീയ റിസർവ് ബാങ്ക്. RBI സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. RBIയുടെ ആസ്ഥാനം മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നിവയായി വർത്തിക്കൽ. 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. റിസർവ് ബാങ്ക് വായ്പകളുടെ നിയന്ത്രണം നടപ്പിലാക്കുന്നത് എങ്ങനെ? പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. ധനകാര്യ സ്ഥാപനങ്ങൾ 2 തരത്തിലാണുള്ളത്: ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. ഇന്ത്യയിലെ പ്രധാന ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. ഇന്ത്യയിലെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കിതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1770 ആരംഭിച്ചു. ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയുടെ 3 ഘട്ടങ്ങളാണ്. ഒന്ന്, ആദ്യഘട്ടം 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള ഘട്ടം. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനി ഈ കാലഘട്ടത്തിൽ സ്ഥാപിച്ചു. രണ്ടാം ഘട്ടം 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടമാണ്. 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അടുത്തത് മൂന്നാം ഘട്ടമാണ്. 1991 മുതൽ തുടരുന്നു. ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് തുടങ്ങിയവ ആരംഭിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ബാങ്കിംഗ് മേഖലയുടെ മൂന്നാം ഘട്ട വികസനത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ അറിയപ്പെടുന്നത് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നാണ്. ബാങ്കിംഗ് മേഖലയുടെ മൂന്നാം ഘട്ട വികസനത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ അറിയപ്പെടുന്നത് പുത്തൻ തലമുറ ബാങ്കുകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് 2017 ഏപ്രിൽ 1-നാണ്. ഏതൊക്കെ ബാങ്കുകളാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് 2017 ഏപ്രിൽ 1 മുതലാണ്. ക്ലിയർ അല്ലേ? അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ വിഭാഗമാണ് ബാങ്കിംഗ് സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ ബാങ്കിംഗ് സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ 2 തരമുണ്ട്: പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ 2 തരമുണ്ട്: പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത ആർക്കാണ്? ഗവൺമെന്റിന്. പൊതുമേഖല എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഗവൺമെന്റിന്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത ആർക്കാണ്? ഗവൺമെന്റിന്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളിൽ ഉൾപ്പെടുന്നത് SBIയും അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളുമാണ്. എന്താണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളിൽ ഉൾപ്പെടുന്നത്? SBIയും അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്നിവയാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി 1975 സ്ഥാപിച്ച ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ RRB. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി 1975
സ്ഥാപിച്ച ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകുന്ന ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. അപ്പം എന്താണ് റീജിയണൽ റൂറൽ ബാങ്ക് ചെയ്യുന്നത്? ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകുന്ന ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. അടുത്തത്, 2 തരം സ്വകാര്യ ബാങ്കുകളുണ്ട്. സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ, സ്വകാര്യ വിദേശ ബാങ്കുകൾ. 2 തരം സ്വകാര്യ ബാങ്കുകളുണ്ട്. സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ, സ്വകാര്യ വിദേശ ബാങ്കുകൾ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ. അടുത്തത്, വിവിധ തരം നിക്ഷേപങ്ങളുണ്ട്. സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം അഥവാ കറന്റ് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. എന്തൊക്കെയാണ് വിവിധ തരം നിക്ഷേപങ്ങൾ നോക്കാം. സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിംഗ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം അഥവാ കറന്റ് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. നോക്കാം. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ കഴിയുന്ന തരത്തിൽ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാനുള്ള പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? കുറഞ്ഞ പലിശ നിരക്കേ ആവുള്ളൂ. ആ സമയത്ത് നമുക്ക് നമ്മൾ ഇട്ട പൈസ പിൻവലിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള സമ്പാദ്യങ്ങൾ അറിയപ്പെടുന്നതാണ് സേവിങ്സ് ഡെപ്പോസിറ്റ്. ക്ലിയർ ആണോ? പൊതുജനങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ കഴിയുന്ന തരത്തിൽ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാനുള്ള പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ്. അടുത്തത്, വ്യാപാരികളും വ്യവസായികളും മറ്റും ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും കഴിയുന്ന പലിശയില്ലാത്ത നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം അഥവാ കറന്റ് ഡെപ്പോസിറ്റ്. നമുക്ക് ചിലപ്പോൾ ഈ മലയാളം വേർഡ് പറഞ്ഞാൽ അറിയില്ല അല്ലേ? പ്രചലിത നിക്ഷേപം നോട്ട് ചെയ്ത് വയ്ക്കുക. അതിന് പറയുന്ന മറ്റൊരു പേര്, അതിൻ്റെ പേരെന്താണ്? കറന്റ് ഡെപ്പോസിറ്റ് എന്നാണ്. കറന്റ് ഡെപ്പോസിറ്റ് അതായത് നമ്മൾ ബിസിനസ് മാൻസൊക്കെ എന്ത് ചെയ്യും? ഡെയിലി കുറേ ട്രാൻസാക്ഷൻ നടക്കും അല്ലേ? അവർ ഒരു ദിവസം തന്നെ കുറേ ലക്ഷങ്ങൾ ഇടും, പിന്നെ അതുപോലെ പിൻവലിക്കും. അങ്ങനെയുള്ളതിന് എന്തില്ല? അതിന് പലിശയില്ല. ഇത്തരം നിക്ഷേപങ്ങളെ പറയുന്ന പേരാണ് കറന്റ് ഡെപ്പോസിറ്റ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് ഈ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്, കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തത്, വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് നിശ്ചിത പലിശ നിരക്കിൽ പണം നിക്ഷേപിക്കാനുള്ള പദ്ധതിയാണ് സ്ഥിര നിക്ഷേപം. എന്താണ്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് നിശ്ചിത പലിശ നിരക്കിൽ പണം നിക്ഷേപിക്കാനുള്ള പദ്ധതിയാണ് സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അത് നമുക്കറിയാം അല്ലേ? എന്താണ്? കുറച്ച് തുക നമ്മളെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് ഫിക്സഡ് ആയിട്ട് ഇത്ര വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇടും അല്ലേ? അതിനെ പറയുന്ന പേരാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. എന്താണ് ഈ ആവർത്തിത നിക്ഷേപം അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്? ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആവർത്തിത നിക്ഷേപം അഥവാ എന്താണ്? റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ നമ്മൾ സേവ് ചെയ്യുന്ന കുറച്ച് മനീസ് മറ്റേ എന്താ പറയുക, KSF-ലൊക്കെ നമ്മൾ ഇങ്ങനെ ഇത്ര കാലത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇടില്ലേ? അത്തരത്തിലുള്ള എമൗണ്ടിനെ പറയുന്ന പേരാണ് ആവർത്തിത നിക്ഷേപം അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ക്ലിയർ അല്ലേ? നോക്ക്, ഏറ്റവും പലിശ കൂടുതൽ ലഭിക്കുന്ന നിക്ഷേപം ഏതായിരിക്കും? ഏറ്റവും പലിശ കൂടുതൽ ലഭിക്കുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപങ്ങൾ അല്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ് എന്ത് കിട്ടുക? ഏറ്റവും കൂടുതൽ പലിശ ലഭിക്കുക. അടുത്തത്, നിക്ഷേപങ്ങൾ പലിശ കൂടുതൽ ലഭിക്കുന്നതിൻ്റെ ക്രമത്തിൽ. അപ്പോൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ? അടുത്തത് ഏതിനാണ്? അടുത്തതിന് അങ്ങനെയുള്ള ഒരു ക്രമമാണ് പറയുന്നത്. നിക്ഷേപങ്ങൾ പലിശ കൂടുതൽ ലഭിക്കുന്നതിൻ്റെ ക്രമത്തിൽ ആദ്യം സ്ഥിര നിക്ഷേപം, അടുത്തത് ആവർത്തിത നിക്ഷേപം, അടുത്തത് സമ്പാദ്യ നിക്ഷേപം. ക്ലിയർ ആയോ? സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് പലിശ ലഭിക്കാത്ത നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം. എന്താണ്? കറണ്ട് ഡെപ്പോസിറ്റിന് പലിശ കിട്ടില്ല. കാരണം എന്താ? അവരവിടെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് പലിശ നമ്മൾ മേടിക്കുന്നുമില്ല, ബാങ്ക് മേടിക്കുന്നില്ല.
ഓക്കെ, അപ്പോൾ പലിശയില്ലാത്ത നിക്ഷേപം അതുപോലെ എന്താണ് വിഡ്രോയിങ് ഒക്കെ എന്താ സംഭവം? അതിന് പലിശയില്ല. കറണ്ടിന് എന്തിന് പലിശയില്ല? രണ്ടിനും ആ ട്രാൻസാക്ഷന് മൊത്തം എന്തില്ല? പലിശയില്ല. ഓക്കെ, പലിശ ലഭിക്കാത്ത നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം അഥവാ കറണ്ട് ഡെപ്പോസിറ്റ്. ക്ലിയർ അല്ലേ? ഭൗതിക ആസ്തികൾ, സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ശമ്പള പത്രം മുതലായ ഈടുകൾ സ്വീകരിച്ചുകൊണ്ട് ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ അഥവാ ക്യാഷ് ക്രെഡിറ്റ്. ഭൗതിക ആസ്തികൾ, സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ശമ്പള പത്രം മുതലായ ഈടുകൾ സ്വീകരിച്ചുകൊണ്ട് ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എക്സാമ്പിൾ എന്താ ഇപ്പോൾ പറയാ? ഇപ്പോൾ ഒരു ശമ്പള പത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്ത് നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ലോൺ അപ്ലൈ ചെയ്യാം അല്ലേ? അങ്ങനെ വായ്പ എടുക്കാം അല്ലേ? അത്തരം വായ്പയാണ് പണവായ്പ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അതുപോലെ നമ്മുടെ ഭൂമിയുടെ ആസ്തി അതിൻ്റെ പത്രം ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പൈസ വാങ്ങാം അല്ലേ? അത്തരം കാര്യങ്ങളെ പറയുന്ന, അത്തരം വായ്പകളെ പറയുന്ന പേരാണ് പണവായ്പ. ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. നോക്കാം. ബാങ്കിംഗ് മേഖലയുടെ മൂന്നാം ഘട്ട വികസനത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ അറിയപ്പെടുന്നത് പുത്തൻ തലമുറ ബാങ്കുകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് 2017 ഏപ്രിൽ 1-നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ വിഭാഗമാണ് വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ രണ്ടു തരമാണ്: പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ. ഏതൊക്കെയാണ് വാണിജ്യ ബാങ്കുകൾ ഉള്ളത്? പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത ആർക്കാണ്? ഗവൺമെന്റിനാണ്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ ഉൾപ്പെടുന്നത് SBIയും അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളുമാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി 1975 സ്ഥാപിച്ച ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകുന്ന ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. രണ്ടു തരം സ്വകാര്യ ബാങ്കുകളുണ്ട്: സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ, സ്വകാര്യ വിദേശ ബാങ്കുകൾ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ. വിവിധ തരം നിക്ഷേപങ്ങളുണ്ട്. ഒന്ന്, സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിംഗ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം അഥവാ കറണ്ട് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ കഴിയുന്ന തരത്തിൽ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാനുള്ള പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം. വ്യാപാരികളും വ്യവസായികളും മറ്റും ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും കഴിയുന്ന പലിശയില്ലാത്ത നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം അഥവാ കറണ്ട് ഡെപ്പോസിറ്റ്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് നിശ്ചിത പലിശ നിരക്കിൽ പണം നിക്ഷേപിക്കാനുള്ള പദ്ധതിയാണ് സ്ഥിര നിക്ഷേപം. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഏറ്റവും പലിശ കൂടുതൽ ലഭിക്കുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപങ്ങൾ. നിക്ഷേപങ്ങൾ പലിശ കൂടുതൽ ലഭിക്കുന്നതിൻ്റെ ക്രമത്തിൽ സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം, സമ്പാദ്യ നിക്ഷേപം എന്നിവയാണ്. പലിശ ലഭിക്കാത്ത നിക്ഷേപം ഏതാണ്? പ്രചലിത നിക്ഷേപം അഥവാ കറന്റ് ഡെപ്പോസിറ്റ്. ഭൗതിക ആസ്തികൾ, സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ശമ്പളപത്രം മുതലായ ഈടുകൾ സ്വീകരിച്ചുകൊണ്ട് ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് എന്തെന്നറിയപ്പെടുന്നത്? പണവായ്പ അഥവാ ക്യാഷ് ക്രെഡിറ്റ് എന്നറിയപ്പെടുന്നത്. ഇതുവരെയുള്ളത് ക്ലിയർ ആണോ? ഓക്കെ, ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് നമ്മൾ എന്നും നമ്മൾ വായിച്ചു പോകുന്ന പോലെ അല്ലെങ്കിൽ പഠിച്ചു പോകുന്ന പോലെയുള്ള ടോപ്പിക്സ് അല്ല അല്ലേ എക്കണോമിക്സ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫുമായിട്ട് അതൊന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 1-2 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആവുന്നേ, നമുക്ക് പഠിക്കാൻ പറ്റുന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് നീങ്ങാം. നോക്കാം. വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് അവരുടെ അക്കൗണ്ടിലേക്കുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള സൗകര്യം നൽകുന്ന വായ്പാ രീതിയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്.
വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് അവരുടെ അക്കൗണ്ടിലേക്കുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള സൗകര്യം നൽകുന്ന വായ്പാ രീതിയാണ് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കുകൾ അക്കൗണ്ട് ഇല്ലാതെ തന്നെ ഒരു സ്ഥലത്ത് നിന്നും പണം മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ഒരുക്കുന്ന സംവിധാനമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബാങ്കുകൾ അക്കൗണ്ട് ഇല്ലാതെ തന്നെ ഒരു സ്ഥലത്ത് നിന്നും പണം മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ഒരുക്കുന്ന സംവിധാനമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ലോകത്തിൽ ഏതു ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് നൽകുന്ന സംവിധാനമാണ് മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ലോകത്തിൽ ഏതു ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് നൽകുന്ന സംവിധാനമാണ് മെയിൽ ട്രാൻസ്ഫർ. മെയിൽ ട്രാൻസിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയ സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. അപ്പോൾ എന്താണ്, മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ സ്പീഡിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയ സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. അടുത്തത്, ബാങ്കിൽ പോകാതെ ഏതു സമയത്തും പണം പിൻവലിക്കാൻ ബാങ്ക് നൽകുന്ന കാർഡാണ് ATM കാർഡ്. അതെല്ലാവർക്കും അറിയാം അല്ലേ. ബാങ്കിൽ പോകാതെ ഏതു സമയത്തും പണം പിൻവലിക്കാൻ ബാങ്ക് നൽകുന്ന കാർഡാണ് ATM കാർഡ്. പണം കൈവശം വെക്കാതെ പണാവശ്യം നിറവേറ്റാൻ ഉപയോഗിക്കുന്ന കാർഡുകൾ അറിയപ്പെടുന്നത് പ്ലാസ്റ്റിക് മണി എന്നാണ് അല്ലേ. നമ്മളിപ്പോൾ പൈസയും കൊണ്ടാണോ നടക്കാറ്? അല്ല അല്ലേ. അത്തരം നമ്മൾ കൊണ്ടു നടക്കുന്ന കാർഡുകളെ പറയുന്ന പേരാണ് എന്ത്, പ്ലാസ്റ്റിക് മണി. അപ്പോൾ ഏതൊക്കെ കാർഡ് നമ്മൾ കൊണ്ടു നടക്കാറ്? ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ അല്ലേ. ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ പ്ലാസ്റ്റിക് മണീസിന് എക്സാമ്പിൾസ് ആണ്. പണം കൈവശം വെക്കാതെ പണാവശ്യം നിറവേറ്റാൻ ഉപയോഗിക്കുന്ന കാർഡുകൾ അറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മണി. അക്കൗണ്ടിൽ പണമില്ലാതെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡ് സംവിധാനമാണ് ക്രെഡിറ്റ് കാർഡ്. നമ്മുടെ കയ്യിൽ കാശില്ല എങ്കിലും എന്താണ്, നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും അല്ലേ. ഒരു കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് കാർഡാണ്? ക്രെഡിറ്റ് കാർഡാണ് അല്ലേ. ഓക്കെ. അക്കൗണ്ടിൽ പണമില്ലാതെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡ് സംവിധാനമാണ് ക്രെഡിറ്റ് കാർഡ്. ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ATM സൗകര്യം ലഭ്യമാക്കുകയും വഴി നെറ്റ് ബാങ്കിങ്ങിലൂടെ ടെലി ബാങ്കിങ്ങിലൂടെയും മറ്റു വിവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് അഥവാ ഇ ബാങ്കിങ് എന്നറിയപ്പെടുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇ ബാങ്കിങ്. എന്താണത്? ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ATM സൗകര്യം ലഭ്യമാക്കുകയും വഴി നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ സഹായിക്കുന്ന രീതിയാണ് എന്തെന്നറിയപ്പെടുന്നത് ഇലക്ട്രോണിക് ബാങ്കിങ് അഥവാ ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത, എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ബാങ്കിൻ്റെയും ശാഖ, അതിൻ്റെ ഒരു ഹെഡ് ഉണ്ടാവും അല്ലേ, അത് ഒരു എല്ലാത്തിൻ്റെയും ശാഖകൾ ഒന്നിച്ച് ഒരു സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, ഒരു ബാങ്കിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ബാങ്കിൽ ചെന്നാലും എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെയുള്ള ആ ഒരു ക്രമീകരണത്തെ പറയുന്ന പേരാണ് കോർ ബാങ്കിങ് എന്ന് അല്ലേ. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യമാണ് എന്തെന്നറിയപ്പെടുന്നത്, കോർ ബാങ്കിങ് എന്ന് അറിയപ്പെടുന്നത്. കോർ ബാങ്കിങ് എന്താണ്? കോർ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. എന്താണ്? സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് ആണ് കോർ ബാങ്കിങ്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. നോക്കൂ, ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. നമ്മളിപ്പം പഠിച്ചു പോകുന്ന കൂട്ടത്തിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വായിക്കില്ലേ, അങ്ങനെയുള്ള പോയിന്റ്സ് ഒന്ന് കൂടുതൽ വായിച്ചു പോണേ. ഓക്കെ. അടുത്തത്, സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങൾ. സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്ക്. അപ്പം നമ്മൾ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞു, അത് ഏതൊക്കെ തരത്തിലാണ്? ഒന്ന് സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്ക്. സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്ക്
ബാങ്കുകളാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ. ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾ. ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾ. വ്യവസായം, കൃഷി, വാണിജ്യം തുടങ്ങി വിവിധ മേഖലകളിൽ വികസനത്തിന് സഹായിക്കുന്ന ഏജന്റായി പ്രവർത്തിക്കുന്ന ബാങ്കാണ് വികസന ബാങ്കുകൾ. വ്യവസായം, കൃഷി, വാണിജ്യം തുടങ്ങിയ വിവിധ മേഖലകളിലെ വികസനത്തിന് സഹായിക്കുന്ന ഏജന്റായി പ്രവർത്തിക്കുന്ന ബാങ്കാണ് വികസന ബാങ്കുകൾ. ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണം ഏതെല്ലാമാണ്? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI. എന്താണ് IFCI? എന്തിന് ഉദാഹരണമാണ്? വികസന ബാങ്കിന് ഒരു ഉദാഹരണമാണ് IFCI. എന്താണ് അതിൻ്റെ ഫുൾ നെയിം? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ. എന്താണ്? എന്തെങ്കിലും സവിശേഷത വേണം അല്ലേ? ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ. ക്ലിയർ അല്ലേ? അടുത്തത്, സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, നബാർഡ് എന്നിവ സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, നബാർഡ് എന്നിവ സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യണേ. നോക്കാം. വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് അവരുടെ അക്കൗണ്ടിലേക്കുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള സൗകര്യം നൽകുന്ന വായ്പാ രീതി ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കുകൾ അക്കൗണ്ട് ഇല്ലാതെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് പണം മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ഒരുക്കുന്ന സംവിധാനമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്ക് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിന് ബാങ്ക് നൽകുന്ന സംവിധാനമാണ് മെയിൽ ട്രാൻസ്ഫർ. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയ സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. അടുത്തത്, ബാങ്കിൽ പോകാതെ ഏതു സമയത്ത് പണം പിൻവലിക്കാൻ ബാങ്ക് നൽകുന്ന കാർഡാണ് ATM കാർഡ്. പണം കൈവശം വെക്കാതെ പണാവശ്യം നിറവേറ്റാൻ ഉപയോഗിക്കുന്ന കാർഡുകൾ അറിയപ്പെടുന്നത് പ്ലാസ്റ്റിക് മണി. എക്സാമ്പിൾ ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ. അക്കൗണ്ടിൽ പണമില്ലാതെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡ് സംവിധാനമാണ് ക്രെഡിറ്റ് കാർഡ്. ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ATM സൗകര്യം ലഭ്യമാക്കുകയും വഴി നെറ്റ് ബാങ്കിങ്ങിലൂടെ ടെലി ബാങ്കിങ്ങിലൂടെയും മറ്റു വിവിധ ഇടപാടുകൾ നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് അഥവാ ബാങ്കിങ്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യമാണ് കോർ ബാങ്കിങ്. കോർ ബാങ്കിങ്ങിന്റെ ഫുൾ നെയിം എന്താണ്? സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങൾ: സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്ക്. സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ. ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾ. വ്യവസായം, കൃഷി, വാണിജ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ വികസനത്തിന് സഹായിക്കുന്ന ഏജന്റായി പ്രവർത്തിക്കുന്ന ബാങ്കാണ് വികസന ബാങ്കുകൾ. ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFC. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ. സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, നബാർഡ് എന്നിവ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാണ്. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്കാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും വായ്പ നൽകുന്ന ബാങ്കാണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ ബാങ്ക്. ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും വായ്പ നൽകുന്ന ബാങ്കാണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ ബാങ്ക് അഥവാ സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. സിഡ്ബി ആണ് ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും വായ്പ നൽകുന്ന ബാങ്ക്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. അപ്പോൾ ഞാനതിൽ നോട്ട് ചെയ്യാൻ കാരണം എന്താണ് മനസ്സിലായോ?
ഓക്കെ, ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും വായ്പ നൽകുന്ന ബാങ്കാണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ ബാങ്ക് എന്നറിയപ്പെടുന്ന സിഡ്ബി. അപ്പോൾ സിഡ്ബി എന്താണ് ചെയ്യുന്നത്? സിഡ്ബിയുടെ ചുമതല എന്താണ്, അല്ലെങ്കിൽ കടമ എന്താണ്, അല്ലെങ്കിൽ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും വായ്പ നൽകുന്ന ബാങ്ക് ഏത് എന്നുള്ള രീതിയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ്. നോട്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അതിന് തൊട്ട് മുൻപുള്ളതും എന്താണ്? എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, അതെന്താണെന്നുള്ളതും നോട്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അടുത്തത് തുടർന്ന് വരുന്ന കുറേ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ. അടുത്തത് ഗ്രാമീണ വികസനത്തിനും ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. നോട്ട് ചെയ്തോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. നബാർഡ്. അടുത്തത് കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കാണ് നബാർഡ്. അപ്പോൾ എന്താണ് നബാർഡ് ചെയ്യുന്നത്? കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കാണ് നബാർഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് നബാർഡ്. നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ക്ലിയർ അല്ലേ? അടുത്തത് 2013 നവംബറിൽ പ്രവർത്തനം ആരംഭിച്ച് 2017 SBI ലയിപ്പിക്കപ്പെട്ട ബാങ്ക് ഏതാണ്? ഭാരതീയ മഹിളാ ബാങ്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, നോട്ട് ചെയ്തോളൂ. 2013 നവംബറിൽ പ്രവർത്തനം ആരംഭിച്ച് 2017 SBI ലയിപ്പിക്കപ്പെട്ട ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ക്ലിയർ ആണോ? ഓക്കെ, അത് നോട്ട് ചെയ്യണേ. അടുത്തത് നോക്കാം. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്ന മുദ്രാവാക്യം ഏത് ബാങ്കിൻ്റേതാണ്? ഭാരതീയ മഹിളാ ബാങ്ക്. നോട്ട് ചെയ്തോളൂ. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്ന മുദ്രാവാക്യം ഏത് ബാങ്കിൻ്റേതാണ്? ഭാരതീയ മഹിളാ ബാങ്ക്. കിട്ടിയോ? ഓക്കെ, അടുത്തത് കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കുന്നതിനായി രൂപം കൊണ്ട ബാങ്കുകളാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. പേയ്മെൻറ്റ് ബാങ്കുകൾ. കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ട ബാങ്കുകളാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. അടുത്തത് 1 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾ മാത്രം സ്വീകരിക്കുന്നതും വായ്പകൾ നൽകാത്തതുമായ ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. 1 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾ മാത്രം സ്വീകരിക്കുന്നതും വായ്പകൾ നൽകാത്തതുമായ ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. അടുത്തത് ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും സാമ്പത്തിക സഹായം നൽകുന്ന അടുത്തിടെ ആരംഭിച്ച ബാങ്കാണ് മുദ്രാ ബാങ്ക്. ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും സാമ്പത്തിക സഹായം നൽകുന്ന അടുത്തിടെ ആരംഭിച്ച ബാങ്ക് ഏതാണ്? മുദ്രാ ബാങ്ക്. അടുത്ത മുദ്രാ ബാങ്കിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? മുദ്രാ ബാങ്ക് എന്താണ്? മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക്. അടുത്തത് ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കിനെ പോലെ പ്രവർത്തിക്കുന്നത്, ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുന്നത് ബാങ്കിനെ പോലെ, എന്നാൽ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്തുപോലെ അല്ല? ബാങ്കിൻ്റെ രീതികളല്ല എന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ പറയുന്ന പേരാണ് ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ. ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ. അടുത്തത് ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നതും 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ. എന്താണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്ന് പറഞ്ഞാൽ? ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നതും 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്ന് പറയുന്നത്. അടുത്തത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളാണ് കേരള സ്റ്റേറ്റ് ഫിനാൻസ് എൻ്റർപ്രൈസസ്. എന്താണ്? KSFE അല്ലേ? KSFE എന്താണ്?
ഒരു ബാങ്കിതര ധനകാര്യ കമ്പനിയാണ്. ക്ലിയർ അല്ലേ? കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്കിതര ധനകാര്യ കമ്പനി ഏതാണ്? കേരള സ്റ്റേറ്റ് ഫിനാൻസ് എന്റർപ്രൈസസ്, KSFE. നോക്കൂ, ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, കാരണം എടുത്തു പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾസ് ഒക്കെ. ഈ എക്സാമ്പിൾസ് എടുത്തു പറഞ്ഞത് എക്സാമിന് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത്, നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിച്ച് ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ചു നൽകുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. മ്യൂച്വൽ ഫണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ് അവ ചെയ്യുന്നത്? നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖലകൾ എന്നിവയിലും നിക്ഷേപിച്ച് ലാഭം അഥവാ നഷ്ടം, ലാഭം വന്നാൽ ലാഭം വീതിക്കും, നഷ്ടം വന്നാൽ നഷ്ടം വീതിച്ചു കൊടുക്കും. ഈ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ച് നൽകുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, LICMF, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, LICMF, SBI മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട്. അപ്പം പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ് UTI, എന്താണ്? യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, പിന്നെയോ LICMF, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട് എന്നിവ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാം. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്കാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും വായ്പ നൽകുന്ന ബാങ്കാണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ ബാങ്ക് അഥവാ സിഡ്ബി. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് നബാർഡ്. നബാർഡ് എന്നാൽ എന്താണ്? നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. 2013 നവംബറിൽ പ്രവർത്തനം ആരംഭിച്ച് 2017 SBI ലയിപ്പിക്കപ്പെട്ട ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്ന മുദ്രാവാക്യം ഏത് ബാങ്കിൻ്റെതാണ്? ഭാരതീയ മഹിളാ ബാങ്ക്. കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കുന്നതിനായി രൂപം കൊണ്ട ബാങ്കുകളാണ് പേയ്മെന്റ് ബാങ്കുകൾ. 1 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾ മാത്രം സ്വീകരിക്കുന്ന വായ്പകൾ നൽകാത്തതുമായ ബാങ്കാണ് പേയ്മെന്റ് ബാങ്കുകൾ. ചെറുകിട സംരംഭകർക്ക് മൈക്രോ ഫിനാൻസിനും സാമ്പത്തിക സഹായം നൽകുന്ന അടുത്തിടെ ആരംഭിച്ച ബാങ്കാണ് മുദ്രാ ബാങ്ക്. മുദ്രാ ബാങ്ക് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക്. ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നതും 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളാണ് കേരള സ്റ്റേറ്റ് ഫിനാൻസ് എന്റർപ്രൈസസ്, അതായത് KSFE. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖലകൾ എന്നിവയിലും നിക്ഷേപിച്ച് ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ചു നൽകുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, LICMF, SBI മ്യൂച്വൽ ഫണ്ട് എന്നിവ. ഓക്കെ, ക്ലിയർ അല്ലേ? വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന ബാങ്ക് ഇതര സ്ഥാപനമാണ് ഇൻഷുറൻസ് കമ്പനികൾ. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന ബാങ്ക് ഇതര സ്ഥാപനമാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിക്കപ്പെട്ടത് 1818 കൊൽക്കത്തയിൽ ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? 1818 കൊൽക്കത്തയിൽ സ്ഥാപിക്കപ്പെട്ട ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഇൻഷുറൻസ് സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഇൻഷുറൻസ് സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന ലഘുവായ്പ ഉൾപ്പെടെ വിവിധ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന ഏജൻസിയാണ് മൈക്രോ ഫിനാൻസ്. എന്താണ്? സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന ലഘുവായ്പ ഉൾപ്പെടെ വിവിധ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന ഏജൻസിയാണ് മൈക്രോ ഫിനാൻസ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ് കുടുംബശ്രീ, പുരുഷ സഹായ സംഘങ്ങൾ. എന്താണ്? കേരളത്തിൽ പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവ മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ്. ഒന്ന് റിവൈസ് ചെയ്യാം. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന ബാങ്ക് ഇതര സ്ഥാപനമാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിക്കപ്പെട്ടത് 1818 കൊൽക്കത്തയിൽ ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും പ്രധാന ഇൻഷുറൻസ് സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ,
അതായത് LIC. സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന ലഘുവായ്പ ഉൾപ്പെടെ വിവിധ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന ഏജൻസിയാണ് മൈക്രോ ഫിനാൻസ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ് കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ വളരെ വിഷമത്തിലും കഷ്ടപ്പെട്ടുമൊക്കെ തന്നെയാണ് ഈ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നത്. എങ്കിലും കുറച്ച് സഹിക്കുക, ക്ഷമിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് 5 മാർക്ക് നേടിത്തരുന്ന ഒരു പോർഷൻസ് ആണ്. വൃത്തിയായിട്ട് പഠിക്കാം. മനസ്സിലാവാത്ത ടോപ്പിക്കോ അല്ലെങ്കിൽ ആ പോർഷൻസോ വരികയാണെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനും ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത മൊഡ്യൂളിലോട്ട് കടക്കുകയാണ്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉള്ളത് കൂടെ അങ്ങ് മറന്നു പോകും. കൂളായിട്ട് ഇരിക്കുക. ഈ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നേ പരീക്ഷ സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്തായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത മൊഡ്യൂളും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനോടനുബന്ധിച്ച് നമ്മൾ മറ്റേ സയൻസ് പാർട്ട് ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ ഇതിനൊപ്പം കൊണ്ടുപോകും. കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ക്ലാസ് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ക്ഷമിക്കാം. തീർച്ചയായിട്ടും അതിന് പകരമായിട്ട് 2-3 ക്ലാസ്സുകൾ തന്നെ ഒരു ദിവസം നൽകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, വരും ദിവസങ്ങളിൽ നമുക്കങ്ങനെ സ്പീഡപ്പ് ചെയ്തിട്ട് പഠിച്ചു പോവാം. ആരും ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ കൂളായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്